യെസ്. ഇനി നമ്മൾ നേരെ തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഓഫീസിൽ നിന്നും കിലോമീറ്ററുകൾ തൊട്ടടുത്തുള്ള അതെ അപ്പുറത്തുള്ളൊരു കേരളത്തിലെ ഒരേ ഒരു ഏക പരശുരാമ ക്ഷേത്രം അല്ലേ? കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലടക്കം പല പല ദിവസങ്ങളിലും ഭക്തരും തീർത്ഥാടകനും ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതെ, അല്ല, പരശുരാമൻ മഴുവിറഞ്ഞാണ് കേരളം ഉണ്ടാക്കിയതെന്നാണ് ഐതിഹ്യം. ഇപ്പൊ പരശുരാമൻ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് കേരളം ഉണ്ടാക്കിയത്? ആ ക്ഷേത്രത്തിൽ പരശുരാമനും രക്ഷയില്ല, അദ്ദേഹത്തിന്റെ സ്വത്തും ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അമ്പലക്കള്ളന്മാർക്ക് സംരക്ഷണം ഇങ്ങനെ നൽകുന്നത് തുടരുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 26 ലക്ഷം രൂപ കവർന്ന വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസർക്കെതിരെ നടപടി സസ്പെൻഷനിൽ മാത്രമാണ് KP ഒതുക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്ര സ്വത്ത് അപഹരിച്ചാൽ ക്രിമിനൽ കേസ് നൽകണമെന്ന വ്യവസ്ഥയൊക്കെ നമുക്കറിയാം, അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെന്ന്. പക്ഷെ ഇതൊന്നും പാലിക്കാതെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ അഴിഞ്ഞാട്ടം നടത്തുന്നത് എന്ന് തന്നെ പറയാം. ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്നത് ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന പ്രതീജയാണ്. യെസ്, നമുക്ക് വീണയോട് വിവരങ്ങൾ ചോദിക്കാം. വീണ തയ്യാറാണ്. വീണ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ നിർണായകമായൊരു വിവരമാണ് പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ചത്. അതായത് അമ്പലം വിഴുങ്ങുകൾ, അമ്പലക്കള്ളന്മാരെ എന്നൊന്നും വിളിച്ചവരെ ചെറുതാക്കരുത്, അമ്പലം വിഴുങ്ങുകളെ സംരക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡുണ്ട്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. എന്തുകൊണ്ടാണ് പ്രതീജി ഇത്ര കണ്ടങ്ങ് സംരക്ഷിക്കുന്നത്? എന്താണ് താല്പര്യം വീണ? KP അശ്വതി, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനം TV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നാലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കവർച്ച നടക്കുന്നു എന്ന വാർത്ത ജനം TV ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അതാ മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ, ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന പ്രതീജയാണ് 2023 മുതൽ 24 വരെയുള്ള 4 വർഷക്കാലം തുടർച്ചയായിട്ടുള്ള ഒരു സാമ്പത്തിക തിരിമറി നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിനെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 26 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കവർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കാണിക്ക വഞ്ചിയിൽ നിന്നടക്കമുള്ള പണം കൈയിട്ട് വാരി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ളൊരു തട്ടിപ്പ് നടന്നിട്ടും സസ്പെൻഷനിൽ ഒതുക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. ബോർഡിന്റെ കീഴിൽ നിരവധി ക്ഷേത്രങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, തിരുവല്ലം ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. നിരവധി പേർ ദർശനത്തിനെത്തുന്ന ക്ഷേത്രമാണ്. ഈ നമുക്കറിയാം, പിതൃകർമ്മങ്ങൾ അടക്കം ചെയ്യുന്നതിൽ പ്രശസ്ത ആർജിച്ച ഒരു ക്ഷേത്രം കൂടിയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള തെക്കൻ ജില്ലകളിലെ മിക്കയിടങ്ങളിൽ നിന്നുള്ള ഭക്തർ എത്തുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രത്തിലാണ് ദേവന്റെ വരുമാനം വരെ കൊള്ളയടിക്കുന്ന ഒരു സബ് ഗ്രൂപ്പ് ഓഫീസർ. അത് 4 വർഷക്കാലം തുടർച്ചയായിട്ട് നടത്തിയിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്നുള്ളതും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത് വൈകിയാണ് ദേവസ്വം ബോർഡ് അറിയുന്നതും. എന്നാൽ അറിഞ്ഞതിന് ശേഷവും നടപടി സ്വീകരിച്ചില്ല, സസ്പെൻഷനിൽ ഒതുക്കുകയാണ് മാത്രം ചെയ്തത്. ഇത്തരത്തിൽ ദേവന്റെ സ്വർണം കട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുതലോ സ്വർണമോ പണമോ ഇങ്ങനെ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കേസായി എടുക്കേണ്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ക്രിമിനൽ നടപടികൾക്ക് വിധേയമാക്കി ആ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെയോ സംഘമായിട്ടാണോ ആർക്കാണോ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതാണ്. അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ബോർഡിന് ചുമതലയുണ്ട്. ആ ചുമതലയിൽ നിന്നാണ് ബോർഡ് വ്യതിചലിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ വലിയൊരു കൊള്ള നടന്നിട്ട് പോലും ഇത് മറച്ചു വയ്ക്കുവാൻ ഉള്ളൊരു ശ്രമം നടന്നു എന്ന് പറയേണ്ടി വരും. സസ്പെൻഷൻ എന്നുള്ളൊരു ചെറിയ നടപടിയിൽ ഒതുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. 2021 മുതൽ 24 വരെയാണ് ഇത്തരത്തിൽ നടപടി, ഈ ഒരു തുടർച്ചയായിട്ടുള്ള 4 വർഷക്കാലം നടന്നിരിക്കുന്നത്. നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വരുന്ന നടവരുമാനത്തിന്റെയും അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന പണത്തിന്റെയും ഒക്കെ കണക്കുകൾ 7-9 എന്ന രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തി എല്ലാ മാസവും 25-ാം തീയതി ദേവസ്വം ബോർഡിലേക്ക് ഒടുക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഈ ഒരു വ്യവസ്ഥ പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ അട്ടിമറിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 26 ലക്ഷം രൂപയുടെ ഭീമമായിട്ടുള്ളൊരു കൊള്ള ഇവിടെ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്നുള്ള ആവശ്യം കൂടി ഉയരുകയാണ്. കാരണം നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കൊള്ള നടക്കുമ്പോൾ മറ്റ് ജീവനക്കാരെയും സംരക്ഷിക്കുന്ന, അതായത് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന, കൊള്ള നടത്തുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണോ ദേവസ്വം ബോർഡ് നടത്തുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ED ശബരിമല കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പിടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലുള്ള സമാനമായ പരിശോധനകൾ നടക്കുമ്പോൾ കേരളത്തിലെ അകത്ത്
ഇത്തരത്തിൽ നടക്കുന്ന തിരുവിതാംകൂർ ബോർഡിന് കീഴിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള രൂക്ഷമായ കവർച്ചകളുടെ വാർത്തകൾ തുടർച്ചയായും ഇനി വരാനുള്ള സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല 26 ലക്ഷം രൂപയുടെ കവർച്ച മാത്രമാണോ നടന്നതെന്നത് കൂടി അറിയണം. പോലീസ് അന്വേഷണം വേണം, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ എന്തർത്ഥത്തിലാണ് സംരക്ഷിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബോർഡംഗങ്ങൾക്ക്, അതായത് ഈ 2024 വരെ ഭരണത്തിലുണ്ടായിരുന്ന ബോർഡംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ? അക്കാര്യങ്ങൾ കൂടി എന്തായാലും നിയമത്തിന് മുന്നിൽ വരേണ്ടതാണ്. ആ വിവരങ്ങൾ കൂടി പുറം ലോകം അറിയേണ്ടതാണ്. അശ്വതി, എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ഒരു ചോദ്യമുണ്ട്. ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ ഒരു കൊള്ള നടത്തുന്നു, പക്ഷേ നടപടി സ്വീകരിക്കുന്നില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. സസ്പെൻഷൻ, ശരി, നമുക്കറിയാം ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നടപടിക്രമം മാത്രമാണ്, സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. വീണ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യവസ്ഥയുണ്ടായിട്ടും സംരക്ഷിക്കുന്ന നിലപാട് രക്ഷിക്കാനുള്ള ഒരു നടപടിയായി മാത്രമേ KP ഇതിനെ കാണാൻ കഴിയൂ. അവിടെയാണ് വീണയോട് ചോദിക്കാനുള്ളത്. വീണ, ഇവിടെ ഈ കൊള്ള ചെയ്തതൊക്കെയും ഇവരൊക്കെയും പങ്കിട്ടെടുത്തു, അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകുന്നത്? ആ ഒരു ചോദ്യവും പ്രസക്തമാവുകയാണല്ലേ? അതെ, തീർച്ചയായും KP, ആ ഒരു സംശയങ്ങൾ കൂടി നിലനിൽക്കുകയാണ്. കാരണം 4 വർഷത്തെ തുടർച്ചയായൊരു കവർച്ച, അതും 26 ലക്ഷം രൂപ, അത് യാതൊരു വിധത്തിലും ബോർഡിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അത് മറച്ചു പിടിക്കുവാൻ ബോർഡ് അംഗങ്ങൾ കൂടി കൂട്ടുനിന്നു എന്നുള്ളൊരു സംശയം കൂടി ബലപ്പെടുകയാണ്. ആ ഭരണസമിതിക്ക്, അന്നുണ്ടായിരുന്ന ഭരണസമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ മാസവും 26-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നടന്ന കണക്കുകൾ പരിശോധിക്കുന്നത്. അത് 7-9 രജിസ്റ്ററുകളുടെ ക്രമത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ചട്ടമുണ്ട്. അപ്പോൾ കൃത്യമായി അത് പരിശോധിക്കേണ്ടതല്ലേ? ചില മാസങ്ങളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരിമറി നടന്നു, അത് കൃത്യമായിട്ട് ആ ഒരു പരിശോധന നടന്നില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുമ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇതുമായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കേണ്ടതാണ്, എന്തുകൊണ്ട് ഇത് വൈകുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലടക്കം തിരിമറി നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, അത്തരം വിവരങ്ങൾ കൂടി ലഭിക്കുമ്പോൾ തീർച്ചയായും ദേവസ്വം ബോർഡിലെ അന്നത്തെ ബോർഡ് അംഗങ്ങൾ ഇതിന് കൂട്ടുനിന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ അന്വേഷണം ഇപ്പോൾ പ്രതിജയെ മാത്രം സസ്പെൻഡ് ചെയ്തുള്ള ഒരു സ്വാഭാവിക നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റുള്ളവർ കൂടി പിടി വീഴുമെന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ഒതുക്കി തീർത്ത് 26 ലക്ഷം രൂപയുടെ കവർച്ച മറച്ചു പിടിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഭക്തരുടെ ഭാഗത്തു നിന്നടക്കം പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ദേവന്റെ സ്വത്താണ്, നിരവധി പേർ വരുന്നതാണ്, കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വേണം ക്ഷേത്രത്തിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ. തീർച്ചയായും വീണ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും സ്വന്തക്കാരെ സംരക്ഷിക്കാൻ നീക്കങ്ങൾ അണിയറയിൽ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ അവർക്ക് വാരി കൂരി കൊടുക്കാൻ ഏതറ്റം വരെയും പോകും ഈ ഒരു സർക്കാരും ഈ തിരുവിതാംകൂർ ദേവസ്വം. ക്ഷേത്രങ്ങളുടെ ഖജനാവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ CPM-നൊക്കെ അതൊരു വീക്ക്നെസ് ആയി മാറുന്ന ഒരു കൈയിട്ട് വാരാനുള്ള ഒരു ഉപാധി. കാരണം പണമുണ്ട്, ധൂർത്തടിക്കാൻ അവിടെ നിന്ന് എടുത്താൽ മതി, ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം, ഒരു എനിക്ക് തോന്നുന്നു വെച്ചത് ഇവിടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരായി കഴിഞ്ഞാലും ക്ഷേത്ര ജീവനക്കാരായി കഴിഞ്ഞാലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വിശ്വാസം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമുക്ക് ആചാരലംഘനം മാത്രമല്ല, നമുക്കൊരു ഭയമില്ല, നമുക്കൊരു ഭയഭക്തിയില്ല. ഇതൊന്നും ഇല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രക്കാരാണ് അല്ലെ ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, അവർക്ക് വിശ്വാസമില്ലെന്ന് പറയാൻ പറ്റില്ല. പലരും തെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ പല ക്ഷേത്രങ്ങളിലും പോയി പൂജ നടത്താറുണ്ട്. ഇപ്പോ അങ്ങനെയുള്ളവരുണ്ട്, പക്ഷേ ഈ കൈയിട്ട് വാരുന്നവരെ നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. വാരുന്നവരും മനസ്സറിഞ്ഞ് തൊഴുകുന്നവരും ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഭക്തിയില്ല, ദൈവത്തിലൊന്നും വിശ്വാസമില്ല എന്നും പറയുന്നുണ്ട്. KP, കുറച്ച് കമന്റ് വരുന്നുണ്ട്, അതിലേക്കൊന്ന് പോയാലോ? കമന്റ് ബോക്സ് സജീവമാണ്, പക്ഷെ നമ്മുടെ കാര്യങ്ങളല്ല അന്വേഷിക്കുന്നത്, അവർ തമ്മിൽ അവരുടെ വിശേഷങ്ങളാണ് അന്വേഷിക്കുന്നത്. എന്തായാലും കുറിപ്പിന്റെ ഒരു കമന്റ് ഉണ്ട്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് മോദിജി ഊന്നൽ നൽകിയത്. കഴിഞ്ഞ 60 വർഷങ്ങളായി ഭരിച്ച കോൺഗ്രസ് സ്വന്തം കുടുംബത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. മികച്ചൊരു കമന്റ് ആണല്ലേ? വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഡേ ഓഫ് ദ കമന്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം, കമന്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞു കൊടുക്കാം. വേറൊരു കമന്റ് ഉള്ളത് KP ഉദ്ദേശിച്ചാണ് ഇട്ടതെന്ന് തോന്നുന്നു. വായിക്കട്ടെ. രാവിലെ പച്ച നേന്ത്രക്കായ പുഴുങ്ങി കഴിക്കണമെന്നാണ്. KP ജിമ്മിൽ പോണത് അറിഞ്ഞിട്ടുണ്ട്, അതാണ്. ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം. ആരാധകര് വിജിൻ ചേട്ടനുണ്ട്, എപ്പോഴും ഞാൻ വാർത്ത വായിക്കുമ്പോൾ പാട്ട് എഴുതിയിടാറുണ്ട്. പാട്ടൊന്നും ഞാൻ വായിക്കുന്നില്ല,
എന്താണ് KP-യുടെ ആരാധകരൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് ആരാധകരൊന്നുമില്ല. അയ്യോ ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. ഞങ്ങളുടെ ജനം ടിവിയിലെ അനൂപ് മേനോനാണ് ഈശ്വര കല്ലെറിയരുത്. കമന്റ് ബോക്സിൽ വേണമെങ്കിൽ അതിലെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കോളൂ. ഞങ്ങളുടെ അനൂപ് മേനോനാണ് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പിന്നെ എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. KP മറ്റൊരു ഉപദേശമുണ്ട്, KPക്ക് വേണ്ടി തന്നെയാണ് ആ ഉപദേശവും. അച്ചടക്കമുള്ള ജീവിതചര്യയാണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ശീലങ്ങൾ നിയന്ത്രിച്ചാൽ ജീവിതം നിയന്ത്രിക്കാൻ. അല്ല, എനിക്ക് അച്ചടക്കമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കറിയാം. അത് അശ്വതിയെ ഉദ്ദേശിച്ചാണോ എനിക്ക് സംശയമുണ്ട്.